ഹായ് ഹലോ. അപ്പോൾ ദുബായിലെ 2ാം ദിവസമാണിന്ന്. അപ്പോൾ 2ാം ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ്. 2ാം ദിവസത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി. എക്സ്പ്ലോറൊന്നല്ല, ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനും സാനിപ്പിക്കും കൂടി പാർട്ട്ണറായിട്ട് ഞങ്ങൾ ചാനൽ തുടങ്ങി. വലക്കട മൂടുന്നാണ് ചാനലിൻ്റെ പേര്. അതൊരു വെറൈറ്റി ആയിട്ട് കുഞ്ഞു കണ്ടന്റുകൾ, അതായത് കോമഡി എലമെൻ്റ് ആണ്. കോമഡി ആയിട്ടുള്ള നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റുകളാണ് വരിക. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ എപ്പിസോഡ് ഇന്ന് കാലത്ത് ഇന്നലത്തെ ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം ഞങ്ങൾ നല്ല അടിപൊളി കുക്കിംഗ് ഒക്കെ ചെയ്ത് ഇന്ന് പ്രോൺസ് ആയിരുന്നു, ചെമ്മീൻ നല്ല അടിപൊളി, നമ്മളുടെ പൊന്നാനി നമ്മളുടെ കർമ്മയിൽ നിന്നൊക്കെ പിടിച്ച നമ്മളുടെ എരുന്ത് കക്ക എന്ന് പറയും, കക്ക. അതേപോലെ ദുബായിലെ ചെമ്മീനൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കാലത്ത് പൊറോട്ട ഒക്കെ കഴിച്ച് ചിക്കനായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി സെറ്റായിട്ട് ഞങ്ങൾ സെക്കൻഡ് എപ്പിസോഡ് എടുക്കാനുള്ള ഷൂട്ട്. അതുപോലെ ജുമേര ബീച്ചിലാണ് ഇന്ന് ഷൂട്ട്. ജിംബല് പുതിയ ജിംബലൊക്കെ ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേയിലത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ ആയിട്ട് ഒന്ന് നിങ്ങളെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് കാണാം. കമാൺ മാൻ, കമാൺ കമാൺ. അഷറഫ് ഖാ ബീച്ചിലേക്ക് വരാനുണ്ട് കേട്ടോ. ഞങ്ങൾ ജുമേര ബീച്ചിലേക്കാണ്. ഈ ഒരു റൂം ശരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള റൂമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മെഴുകുതിരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നല്ല രസമുള്ള എന്ന് വെച്ചാൽ ഒരു ബാപ്പയും മകനൊക്കെ തമ്മിലുള്ള ഒരു സാധനമായിരുന്നു അല്ലേ. സാദിക്കൊക്കെ ഇതാ ഈ റൂമല്ലായിരുന്നു അല്ലേ. ഈ റൂമാണ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ റൂമിലായിരുന്നു ഞങ്ങൾ മൻസൂർ ചീര, അതേപോലെ നമ്മളുടെ കാസർഗോഡുള്ള ഇച്ച അല്ലേ, കാദർക്ക, സാദിക്ക്, ഞാനൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരു സംഭവം. ആ റൂമാണിത്. ഇപ്പം ഇല്ല, ഇപ്പോൾ അത് നൊസ്റ്റാൾജിയായി. കാരണം ഏകദേശം ഒരു 6 വർഷമൊക്കെ ആയി തോന്നുന്നു നമ്മൾ കണക്കിൽ. കൊറോണക്കൊക്കെ മുമ്പായിരുന്നു ഷോർട്ട് ഫിലിം. ഇഷ്ടമായ സാധനമായിരുന്നു. അപ്പോൾ മക്കളെ അത് കണ്ട ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ ബീച്ച്. അതെ, 2ാം ദിവസം ഞങ്ങൾ ജുമേരയിലെത്തി, ജുമേര ബീച്ചിൽ. ഓക്കെ, ഇതൊക്കെ ജുമേര ബീച്ചൊക്കെ കാണാൻ പറ്റാത്ത എത്രയോ നമ്മളെ പ്രിയ സുഹൃത്തുക്കളുണ്ട് ഇഷ്ടം പോലെ. മോനെ പോണ വഴി കണ്ട ബൈക്കാട്ടത് ഒരു കിടിലൻ സാധനമാണ്. കണ്ണെടുക്കാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൊളിച്ച് ഒരു പിക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, രക്ഷയില്ല. ഇത് എത്ര ഉണ്ട് അവിടെ ഈ വണ്ടിയുടെ റേറ്റ് അല്ലേ? നാട്ടില് 10 ലക്ഷം റുപ്യ എന്തായാലും ഉണ്ടാവും അല്ലേ. ഇത് പേരെന്നറിയോ? അക്രാപോവിക്. ഒരു രക്ഷയില്ല. എന്താ നമ്മൾ നാട്ടില് 2 കാർ എടുക്കാം, 2 സ്വിഫ്റ്റ് എടുക്കാം. രക്ഷയില്ല. ഇതാണ്ടാ നമ്മള് ബീച്ച്. ഇനി ബീച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ചൂടിന് വേണ്ടിയിട്ട് നമ്മളുടെ നടൻ കാത്തു നിൽക്കുകയാണ്. അതെ അല്ല, അപ്പൊ എന്നാ നോക്കല്ലേ അല്ലേ. ബീച്ച് വിശേഷങ്ങൾ വേറെ കാണിച്ചു തരട്ടാ. ലൈറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇവിടെ അല്ലേ. അത് രസമുള്ള സാധനം. അവർ നീക്കണ്ടാ. സ്വർഗ അവര് പോണ്ട്. ഇവിടൊക്കെ കടലായിരുന്നിട്ടാ, ഇവിടൊക്കെ ബിൽഡിംഗ് ആയി. വേഗം വാ. എന്താ ഏത്? അതെ, സൈക്കിളിൽ വെക്കുക, മനസ്സിലായില്ലേ? അതായത് സൈക്കിളിൽ കൂടെ സൈക്കിൾ ട്രാക്ക് ഇത് ബൈക്കുണ്ടോ? ഇത് പഞ്ചറായിക്കണം. അപ്പൊ ഈ ട്രാക്കിലൂടെ പോകുമ്പോ ഇതിനൊരു പിടി, ഇത് പഞ്ചറായിക്കണം. ആൾക്കാരെ നേരെ അതൊന്നുമല്ല. ഓ മോനെ, അജത് വ്യൂ കേട്ടോ. ഉഷാർ വ്യൂ.
ഇത് സൈക്കിൾ ട്രാക്കാണ്. അത് നമ്മൾ ബീച്ചിട്ടാ ജുമേര ബീച്ച് നമ്മൾ കാണുന്നു. സൈക്കിൾ ട്രാക്കാണ്. സണ്ണ് വന്നിട്ടുണ്ട് മക്കളെ. സൺമോൻ വന്നിട്ടുണ്ട്. ഏതാ സണ്ണല്ലേ സംഭവം? നമ്മുടെ നാട്ടില് ഈ തെങ്ങ് പനയുടെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ സണ്ണ് കാണുന്നുണ്ടെങ്കിലും ഈ ഈന്തപ്പനയുടെ ഇടയിലൂടെയുള്ള ഈ സണ്ണിന്റെ കാഴ്ച ഒരു ഭംഗി തന്നെയാണ്. ഇത് ഏതാ വണ്ടിയുടെ ടയർ മാത്രം? ഇതാണ് മറ്റേ ബോട്ട് കയറ്റിക്കൊണ്ടു. അത് ശരി. ഇതോ ഇതും ബോട്ട് വിട്ടിട്ട് വണ്ടിയാ? അതന്നെ അതിന്റെ മേലെ അതേ മറ്റേ സാധനം അതിന്റെ ചേർത്താണത്. ശരി, എന്നാ ഇവിടുന്ന് ചെയ്യാന്നേ. അതെ എന്നാ ഇവിടുന്ന് ചെയ്യാ. ഓ ഏതാ മോനെ സണ്ണ്, ഒരു രക്ഷയില്ല. ജുമേരേന്ന് കാണുന്ന സണ്ണാണ് മോനെ. ചന്ദ്രൻ, ചന്ദ്രക്കല, ചന്ദ്രമുഖിലേ. അപ്പൊ രാത്രിയുടെ സൗന്ദര്യം കേട്ടോ ജുമേര ബീച്ചിന്റെ. ആ കാണുന്നതാണ് ബുർജുൽ അറബ്. ചെറുതായിട്ട് കാണില്ലേ, അതാണ് ബുർജുൽ അറബ്. ഒരു സാധനം എടുക്കാൻ ഈ സാധിക്കോ സമ്മതിക്കില്ല. ഞാനെന്റെ ഫോൺ എടുത്തിട്ട് എന്തിനെടുക്കുമ്പോ അപ്പൊ അതിന്റെ മുന്നിൽ കിടന്ന് കാട്ടുനോക്കിയോന് എന്ന് കാട്ടുനോക്കി. എന്താ ഓനോട് വേണ്ടി? ഓൻ ഇവിടെ ദുബായിലാളല്ലേ, ഞാൻ എപ്പോഴും വരുന്ന ആളല്ലേ. ഞങ്ങൾ ജംഷിക്കേട്ടാ. അപ്പോൾ ഞങ്ങൾ ജുമേര ബീച്ചിലാണുള്ളത്. ആ നേരെ കാണില്ലേ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട് ബുർജ് ഖലീഫിനോടൊക്കെ? സംഭവം ചെറുതായിട്ടാണ് കാണുന്നത്. എന്നാലും എത്ര ഇങ്ങനെ നടക്കണമെങ്കിൽ 5 അല്ലേ 7 കിലോമീറ്റർ ഉണ്ടാവും. കാണുമ്പോൾ നമുക്ക് ഇവിടെ നടത്താണ്. പക്ഷേ 7 കിലോമീറ്റർ ചെന്ന് ഈ ബീച്ചിൽ കൂടെ ഇട്ടാ അങ്ങനെ പോകണമെങ്കിൽ അത്യാവശ്യമുണ്ട് വണ്ടിക്ക് പോകണമെങ്കിൽ. ജുമൈറ ബീച്ചിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളെ ബുർജുൽ ഖലീഫക്ക്. ബുർജ് ഖലീഫയുടെ വ്യൂ കണ്ടില്ലേ? ഇത് ജുമൈറ ബീച്ചിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ജുമൈറ ബീച്ചിൽ നിന്ന് ബുർജുൽ അറബിൻ്റെ വ്യൂ ആണ്. ഇത് ബുർജ് ഖലീഫയുടെ വ്യൂ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെ കേട്ടോ. ഏകദേശം അരമണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന് ബുർജു ഖലീഫ കാണാൻ. നൈറ്റ് ഉണ്ട്. നമ്മൾ ബീച്ചോട് നോക്കിയാൽ ജുമൈറ ബീച്ച് ജുമൈറ 3-ലാണ്. എന്താ രസം. റൂമിന് തൊട്ടടുത്താണ്. അതെ, റൂമിൽ നിന്ന് 2 അടി വെച്ചാൽ ഞങ്ങളുടെ ബീച്ചിലെത്തി. അതാണ് ഒരു 5-10 കൊല്ലം മുമ്പ് സാധിക്കുന്ന റൂമൊക്കെ കടലിലായിരുന്നു അല്ലേ? ജുമൈറ ബീച്ചിലെ ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണിത്. ഫുൾ സ്റ്റീലാണേ, ഫുൾ സ്റ്റീൽ വീടാ. സ്റ്റീൽ കൊണ്ട് മാത്രം. ഇതൊക്കെ അങ്ങോട്ട് ചെയ്താ, ഇതൊന്നും ചെയ്യാത്തില്ല. ഇവിടെ നമ്മള് ഇവിടെ ഏതാ ലാസ്റ്റ് ചെയ്ത ഷൂട്ട് ചെയ്തടാ? ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത മറ്റേ സനല്ലേ, സന നായികയായിട്ട് നമ്മള് സെലീം കോടത്തൂരിന്റെ പാട്ട് ചെയ്തു. ആ, നമ്മൾ കഴിഞ്ഞ വർഷം ഷൂട്ടുള്ള സമയത്ത് ഈ വണ്ടി ഇതൊരു ഡിസ്പ്ലേ വണ്ടി കേട്ടോ. പഴയ കാലത്തുള്ള ഇവിടുത്തെ ദുബായ് പോലീസിൻ്റെ വണ്ടിയാണ്. ഇതിപ്പോൾ ഒരു മജ്ലിസാണ് ഇവിടുത്തെ ജുമൈറത്തെ മജ്ലിസ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ള. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അൽക്കൂസിൽ പോകാനുള്ള പരിപാടിയിലിരുന്നിട്ടാ. പക്ഷേ അൽക്കൂസിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ മജ്ലിസിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ചായ, സ്പെഷ്യൽ ഗസ്റ്റുകളായതുകൊണ്ട് ഞങ്ങൾക്ക് നടന്മാർക്ക് മാത്രം. അതെ, നമ്മളെ ദുബായ് ഷെയ്ഖ് മുഹമ്മദ് സാഹിബിന്റെ അദ്ദേഹത്തിന്റെ മജ്ലിസാണ്. അവിടെ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കുന്നത്. അതെ, ഈ മജ്ലിസിൽ പ്രത്യേകത കേട്ടോ. ഞങ്ങള് ശരിക്കും ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ഡിവോഷണൽ സോങ് ചെയ്ത മജ്ലിസാണിത്.
പ്രത്യേക അതൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ CID ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. CID ഒക്കെ പിടിച്ച് ഞങ്ങൾക്ക് ഫൈനൊക്കെ ഇട്ടാണ്. പക്ഷേ നമ്മളെ അഷ്റഫ്ക്ക ഭയങ്കരമായിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു മജ്ലിസാണിത്. ഈ മജ്ലിസിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതെ, പോലീസിന്റെ വണ്ടിയിലേക്ക് എടുക്കണത് നേരെ മുന്നിൽ പോലീസ് വണ്ടി. ഇത് പഴയ ജീപ്പല്ലേ സാറേ? അല്ലേ? പഴയ കാലത്ത് അല്ലേ? പഴയ കാലത്തുള്ള പോലീസ് ജീപ്പാണത്. റേഞ്ച് റോവർ. പഴയ കാലത്തെ നമ്മുടെ ദുബായ് പോലീസിൻ്റെ ലാൻഡ് റോവർ വണ്ടിയാണ് കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ മീൻ വാങ്ങാൻ പോകാനുള്ള പരിപാടിയിലാണ്. ഞാനും അഷ്റഫ് മാർക്കറ്റിലേക്കല്ല കേട്ടോ. ഞങ്ങളിന്ന് നല്ലൊരു മീൻകറി ഉണ്ടാക്കാന്നുള്ള ഒരു ജസ്റ്റ് പറഞ്ഞാൽ നമുക്ക് മീൻകറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അഷ്റഫ്ക്ക പറയുന്നത് അങ്ങനെ ആവട്ടെ, മീൻകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മീൻകറി വാങ്ങിയിട്ട് വരാം. അങ്ങനെ ഞാനും നമ്മുടെ അഷ്റഫ്ക്കയും കൂടിയിട്ട് മീൻ വാങ്ങാനുള്ള യാത്രയിലാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ അല്ലേ അഷ്റഫ്ക്ക? 5 മിനിറ്റ് യാത്ര ഉള്ളൂ. സൂപ്പർ മാർക്കറ്റ് അല്ല, അല്ലാണ്ട് മീൻ മാർക്കറ്റിലല്ലോ, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയി കുറച്ച് അവിടെ എന്താണോ മീനുള്ളത് നോക്കിയിട്ട് മീൻ വാങ്ങി, കുബൂസും വാങ്ങി. പിന്നെ റൂമിൽ ഉച്ചക്കാലത്ത് കുറച്ച് നല്ല മോട്ടർ റൈസ് ഉണ്ട്, നല്ലൊരു മോട്ടർ റൈസ് അല്ലേ? മോട്ടർ റൈസ് നല്ല പറയാം. അപ്പോൾ ഇന്ന് നൈറ്റ് മീൻകറി വിത്ത് ഫുഡ് വെക്കാനുള്ള പരിപാടിയാണ്, കുബൂസും. ഓക്കെ, അപ്പം മീൻകറി ഒക്കെ നമുക്ക് മീൻകറി വെക്കുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാം. റൂമിൽ ഞാൻ, നമ്മളുടെ അഷ്റഫ്ക്ക, സാദിഖ് ബാവ, പിന്നെ നമ്മുടെ സുഹൃത്ത് ജംഷി ബ്രോ. ഓക്കെ, ആ ഉമ്മയുടെ പാട്ടിൻ്റെ ലൈനൊന്ന് പാടി നിങ്ങള്. ആ ഉമ്മയുടെ പാട്ട് എങ്ങനെ വരിക? ഉമ്മയുടെ പാട്ട് എങ്ങനെ ലിറിക്സ്? സ്നേഹത്താലാളിച്ചു പോറ്റിയ എന്റുമ്മ എന്നെയും വിട്ട് പിരിഞ്ഞുവല്ലോ, കാണാനേറെ ആശിച്ചുവെങ്കിലും ഒരു നോക്കു കാണാതെ പിരിഞ്ഞുവല്ലോ, ഒരു നോക്കു കാണാതെ പിരിഞ്ഞുവല്ലോ. അങ്ങനെ വരല്ലേ? ഇത് സാദിഖ് ബാവ പറയാണ്, ഷാനിഫ് ഭായി നിങ്ങൾ പഠിക്കുമെന്ന് പറയണത് ഞാൻ എടുക്കും, ഞാൻ പ്രൊഡ്യൂസറെ ഞാൻ കണ്ടെത്തിക്കോളാം. പോരെ? പോയേക്ക് തന്നെ ചെയ്യാം. ഓക്കെ, ഒരു നല്ലൊരു ഉമ്മയുടെ പാട്ട് ചെയ്യണം. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടുഡോ മാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നൈസായിട്ടൊരു പർച്ചേസിങ്. ഓക്കെ, ഏത് മീനാണ് ഉള്ളതെന്നുള്ളത് നോക്കേണ്ടി വരും. അയിലാണോ മത്തിയാണെന്ന് അറിയില്ല. നമ്മളുടെ സാദിക്ക് പറഞ്ഞുള്ളത് ചെറിയ അയില വാങ്ങാനൊക്കെ പറഞ്ഞുള്ളത്. ഓക്കെ, പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളെ മുന്നിലുള്ളൊരു ഇത് ഏതാ വണ്ടി? ഇന്നോവയോ? ടയോട്ട വണ്ടി അല്ലേ? ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ പാർക്കിങ്ങിലേക്ക് നമ്മളോട് കയറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയോക്കട്ടെ എന്താന്നുള്ളത് നോക്കിയിട്ട് നല്ല മീൻ ഉണ്ടെങ്കിൽ വേണം. ഓക്കെ, 4 hours. मालूम हो गया ना, 12 नंबर मिला. ക്ലീൻ ആക്കിയാൽ ഏത് വാങ്ങി നമ്മള്? അയില 13.99. 5.4 അര കിലോ ഉണ്ടാവും അല്ലേ?
തക്കാളി മല്ലിച്ചപ്പല്ലേ? തക്കാളി, മീൻ, മല്ലിച്ചപ്പ്, പുതിനൊക്കെ വാങ്ങി അഷ്റഫ് ക 1 പർച്ചേസിങ്ങിലാണ്.